കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് അവിശ്വസനീയമായ കാര്യങ്ങളും നടക്കാറുണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പതിയുകയാണെങ്കിൽ നമുക്കത് കണ്ടു തന്നെ ഉറപ്പുവരുത്താം. അത്തരത്തിൽ ലോകത്ത് നടന്നിട്ടുള്ള കുറച്ച് അവിശ്വസനീയമായ വീഡിയോകളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എക്സ്ട്രീം പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി മാക്സിമം അധ്വാനം നമ്മൾ ചെയ്യാറുണ്ടല്ലേ. പക്ഷെ ചില കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായി എക്സ്ട്രീം ലെവലിലേക്ക് വരെ പോകും. ഒരുപാട് കമ്പനികൾ കാറുകളുടെ വിൻഷീൽഡ് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ കമ്പനിയുടെ CEO തൻ്റെ ജീവൻ തന്നെ പണയം വെച്ചാണ് തൻ്റെ ബുള്ളറ്റ് പ്രൂഫ് വിൻഷീൽഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തത്. അതിനായി ജോലിക്കാരൻ ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ കാറിൽ കയറിയിരുന്ന് തൻ്റെ പ്രൊഡക്റ്റിൻ്റെ വിശ്വാസ്യത ഇദ്ദേഹം ഉറപ്പുവരുത്തുന്നു. ഇനി മറ്റൊരു ടാങ്ക് നിർമ്മാണ കമ്പനി അവതരിപ്പിച്ച ഒരു പരീക്ഷണം കാണാം. അതിനായി അവർ തങ്ങളുടെ എംപ്ലോയീസിനെ തന്നെ റോഡിൽ നിരത്തി നിർത്തുകയും അവരുടെ പിന്നിലൂടെ ടാങ്ക് വേഗത്തിൽ ഓടിച്ചു വരികയും ചെയ്യുന്നു. അവരുടെ അടുത്തെത്തുമ്പോൾ സഡൻ ബ്രേക്ക് ഇട്ട് ആ ടാങ്കിൻ്റെ പവർ കാണിച്ചു തരുന്നു. ലോങ്സ്റ്റ് ടൗൺ നെയിം. എല്ലാവർക്കും പേരുള്ളതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങൾക്കും പേരുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഏറ്റവും വലിയ പേരുള്ള ടൗണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് ആ ടൗണിൻ്റെ പേര്. വെയിൽസിലുള്ള ഈ പട്ടണത്തിൻ്റെ പേരിന് 58 അക്ഷരങ്ങളാണുള്ളത്. വ്യത്യസ്തത കൊണ്ടുവരാനും ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും വേണ്ടിയാണ് ഇത്തരമൊരു പേര് നൽകിയത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഈ പേരിന് മുന്നിൽ നിന്ന് ഫോട്ടോകളും എടുക്കാറുണ്ട്. ബൈക്ക് ഗ്രേവ്യാർഡ്. ഒരു മഹാദുരന്തത്തിന് ശേഷം എങ്ങനെയാവും ഒരു പ്രദേശം ഉണ്ടാവുക എന്ന് നാം സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു സൊസൈറ്റിയിൽ വന്ന മാറ്റത്തിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ചൈനയിൽ ബൈക്ക് ഷെയറിംഗ് തുടങ്ങുകയും കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അത് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തിരുന്നു. 20 മില്യൺ ബൈക്കുകളായിരുന്നു 2015 ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ ഇത് നിർത്തലാക്കിയപ്പോൾ ഈ സൈക്കിളുകളെല്ലാം കെട്ടിക്കിടന്ന് ഒരു കൂമ്പാരമായി മാറി. ഏക്കർ കണക്കിനുള്ള ഈ ബൈക്കുകളുടെ കൂമ്പാരം ഫോട്ടോഗ്രാഫറായ വു ഗുയോങ് ആണ് ഷൂട്ട് ചെയ്തത്. ചൈനയിലെ നിരവധി സിറ്റികൾ ഇത്തരത്തിലുള്ള ബൈക്ക് ശവകുടീരങ്ങളായി മാറി. ഇതെല്ലാം ലോകത്തിലുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ അവർ ഹാപ്പിയായനെ. കാർ ടയേഴ്സ് മെയ്ഡ് ഓഫ് ഐസ്. ഐസ് നിറഞ്ഞ റോഡിലൂടെ വാഹനം ഓടിച്ചവർക്കറിയാം അതെത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന്. എന്നാൽ ലെക്സസ് എഞ്ചിനീയർമാർ ഇതിനൊരു പ്രതിവിധിയായി ഒരു പുതിയ ഐഡിയ അവതരിപ്പിക്കുകയുണ്ടായി. റോഡ് ഐസ് ആണെങ്കിൽ എന്നാൽ ടയറും ഐസ് കൊണ്ട് നിർമ്മിക്കാം എന്നാണ് അവർ കണ്ടെത്തിയത്. ഈ ടയറുകൾ നിർമ്മിച്ചെടുക്കാനായി -30 ഡിഗ്രി സെൽഷ്യസിൽ 5 ദിവസം വേണ്ടി വന്നു. നല്ല പെർഫെക്റ്റായ സീത്രൂ ടയറുകൾക്ക് 2 ടൺ ഭാരമുള്ള SUV താങ്ങാൻ കെൽപ്പുള്ളതാണ്. പക്ഷേ ഇതൊരു പ്രായോഗികമായ ഐഡിയ അല്ല. കാരണം എൻജിൻ ചൂടും ടയർ ഫ്രിക്ഷനും കാരണം ഇതിൽ ചൂട് തട്ടി ടയർ ഉരുകിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്